Welcome to semester 4 complementary physics class number 3 Bohr mode of atom problem part 2 continued. The problems we continue. The Bohr model of atom. In the first lecture we have seen what is Bohr model, different derivations. In the second lecture we have done some problems, and in the third lecture there is more problems. Part 2 problem from Bohr model of H atom. You see this problem, Bohr model of atom. Determine the ionization energy of helium positive ion. Also calculate the minimum energy that a photon must have to cause ionization. അപ്പോൾ ഹീലിയം പോസിറ്റീവ് അയണിൻ്റെ അയണൈസേഷൻ എനർജി കണ്ടുപിടിക്കുക. അതുപോലെ ഓൾസോ കാൽക്കുലേറ്റ് ദ മിനിമം ഫ്രീക്വൻസി ദാറ്റ് എ ഫോട്ടോൺ മസ്റ്റ് ഹാവ് ടു കോസ് ദിസ് അയണൈസേഷൻ. ഇത്തരം ഒരു അയണൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ട ഫോട്ടോണിൻ്റെ മിനിമം എനർജി എന്താണ്? അപ്പോൾ അയണൈസേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഈ രണ്ട് പ്രോസസ്സ് ഉണ്ട്, എക്സൈറ്റേഷൻ, അയണൈസേഷൻ. ഇപ്പോൾ നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് ചുറ്റും ഓർബിറ്റുകൾ വിചാരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ് N=1, സെക്കൻഡ് ഓർബിറ്റ് N=2, തേർഡ് ഓർബിറ്റ് N=3, ഫോർത്ത് ഓർബിറ്റ് N=4, അങ്ങനെ പോകും. ഇങ്ങനെ അവസാനത്തെ ഇൻഫിനിറ്റ് ഓർബിറ്റാണ് N=ഇൻഫിനിറ്റി, അങ്ങനെയാണ് പോകുന്നത്. ഒരു ഇലക്ട്രോണിനെ ഫസ്റ്റ് ഓർബിറ്റിൽ നിന്ന് സെക്കൻഡിലേക്കോ തേർഡിലേക്കോ ഫോർത്തിലേക്കോ കൊണ്ടുപോകാൻ കുറച്ച് എനർജി വേണം. ആ എനർജി വിളിക്കുന്നപ്പോഴാണ് അയണൈസേഷൻ എനർജി. രണ്ടാമത്തെ ലെവലിൽ പോവുകയാണെങ്കിൽ ഫസ്റ്റ് എക്സൈറ്റേഷൻ എന്ന് പറയാം. മൂന്നാമത്തിലേക്ക് പോകുമ്പോൾ സെക്കൻഡ് എക്സൈറ്റേഷൻ. അങ്ങനെ കൊണ്ടുപോകുന്ന ഇൻഫിനിറ്റ് ഓർബിറ്റിൽ കൊണ്ടുപോയത് ഇൻഫിനിറ്റ് ഓർബിറ്റിൽ, അതായത് ആറ്റത്തിൽ നിന്ന് തന്നെ മാറ്റുകയാണ്. അതിന് വേണ്ട എനർജിയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അയണൈസേഷൻ എനർജി നമ്മൾ ജൂളിലാണ് അല്ലെങ്കിൽ EVയിലാണ് പറയുന്നത്. അതിന് പകരം പൊട്ടൻഷ്യൽ രൂപത്തിലും പറയും. അയണൈസേഷൻ പൊട്ടൻഷ്യൽ. ഇപ്പോൾ 100 EV അയണൈസേഷൻ എനർജി ആണെങ്കിൽ 100 വോൾട്ടാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ, അയണൈസേഷൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിനെ മാറ്റുന്നതിനെ എക്സൈറ്റേഷൻ, നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് ഇൻഫിനിറ്റിലേക്ക് മാറ്റുന്നതിനെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ. അതിന് എനർജി വേണം EV, അല്ലെങ്കിൽ ആ EVക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. ഇപ്പോൾ 50 വോൾട്ട് എന്ന് പറഞ്ഞാൽ 50 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 50 വോൾട്ടിനുള്ള എനർജിയാണ്. അപ്പോൾ വോൾട്ടിലും പറയാം, അന്നേരം അയണൈസേഷൻ വോൾട്ടേജ് അല്ലെങ്കിൽ എക്സൈറ്റേഷൻ വോൾട്ടേജ് എന്ന് പറയും. ഇനി ഞാനതിൻ്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കൊള്ളുക. അയണൈസേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഇൻഫിനിറ്റ് സ്റ്റേറ്റ്. അത് അയണൈസേഷൻ. അതായത് ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്ന് പൊട്ടിപ്പോണം, ബന്ധം വേർപെട്ട് പോകണം. ഇനി എക്സൈറ്റേഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആറ്റം ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് ടു ഹയർ സ്റ്റേറ്റ്. ഗ്രൗണ്ടിൽ നിന്ന് ഹയർ സ്റ്റേറ്റിലേക്ക്. അപ്പോൾ അത് ഇൻഫിനിറ്റി എന്ന് അർത്ഥമാക്കുന്നില്ല, മറ്റു ലെവലിലേക്ക് ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട എനർജിയെ നമ്മൾ വിളിക്കുന്ന പോലെ എക്സൈറ്റേഷൻ എനർജി. ആ പ്രോസസ്സാണ് എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് വാക്കും ശരിക്കും മനസ്സിലാക്കണം, പല സ്ഥലങ്ങളിൽ വരുന്ന വാക്കുകളാണത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് ഹീലിയത്തിൻ്റെ കേസാണ്. ഹീലിയത്തിലെ അയണൈസേഷൻ എനർജി എത്രയെന്ന ചോദ്യം. ഫോർ H ആറ്റം എനർജി ഡെൽറ്റ = E∞ - E1. അതായത് ഗ്രൗണ്ടിൽ നിന്ന്, ഗ്രൗണ്ടാണ് E1, മറ്റേ E∞ ആറ്റത്തിൽ നിന്ന് മാറ്റണം, ഇൻഫിനിറ്റി കൊണ്ടുപോകണം. അപ്പോൾ ഡെൽറ്റ E∞ എപ്പോഴും 0 ആയിട്ട് എടുക്കുന്നത്. എനർജി എല്ലാം മൈനസിലാണ്. ഏറ്റവും കൂടിയ എനർജി 0 ഏറ്റവും കുറഞ്ഞ എനർജി -13.6 ആണ് H ആറ്റത്തിൽ. സോ ഡെൽറ്റ E=0 - -13.6 = 13.6 EV. ഫോർ ഹീലിയം ആറ്റം He പോസിറ്റീവ് ആറ്റം, ഹീലിയം എന്ന് പറഞ്ഞാൽ 2He4 ആണ്. അപ്പോൾ അതിനകത്ത് 2, നമുക്കറിയാം 2ആണ് അറ്റോമിക് നമ്പർ. ഈ 2 വന്നാൽ എനർജിയുടെ ടേം Z² കൂടും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. Z² E⁴ ആകും. അപ്പോൾ ഹൈഡ്രജൻ്റെ എനർജി കിട്ടിയാൽ ഹീലിയത്തിൻ്റെ അയണൈസേഷൻ എനർജി കാണാൻ അതിനെ Z² കൊണ്ട് ഗുണിക്കണം. ഹീലിയത്തിൻ്റെ Z അതിൻ്റെ സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഡെൽറ്റ Z² × 13.6 ദാറ്റ് ഈസ് 2². കാരണം ഹീലിയം 2He4 ആണല്ലോ, Z 2 ആണ്. 2² × 13.6 അതാണ് ഹീലിയത്തിൻ്റെ അയണൈസേഷൻ എനർജി.
അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ് ഡെൽറ്റ ഈസ് എച്ച് ന്യൂ. സോ വി ഹാവ് ഒബ്റ്റൈൻഡ് ഇത് അയണൈസേഷൻ എനർജി. അതവിടെ 54.4 EV എന്ന് നമ്മൾ 54.4 EV നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അയണൈസേഷൻ എനർജി ഹീലിയത്തിൻ്റെത് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫ്രീക്വൻസി കാണാൻ പോവുകയാണ്. ഡെൽറ്റ ഈസ് എച്ച് ന്യൂ. അപ്പോൾ ഡെൽറ്റ ഇ കൊടുക്കുക 54.4 × 1.6 × 10⁻19 is equal to 6.626 × 10⁻34 into nu. So nu is equal to 54.4 × 1.6 × 10⁻19 by 6.626 × 10⁻34 is equal to 13.136 × 10⁻15 Hertz. That is the minimum frequency in the case of helium. Next problem number 2. Determine the speed of electron in any single 3 orbit of helium positive atom. It's a very important problem, a repeated type problem. Determine the speed of electron in any single 3 orbit of helium positive atom. ഈ ഹീലിയം പോസിറ്റീവ് എന്ന് പറയാൻ കാര്യം അറിയാമോ? അതായത് നമ്മളിപ്പോൾ ഹീലിയം പോസിറ്റീവ് അല്ലെങ്കിൽ ലിഥിയം ഡബിൾ പോസിറ്റീവ് എന്നൊക്കെ പറയുള്ളൂ ഇത്തരം പ്രോബ്ലത്തിൽ. കാരണം ഈ ബോറാക്ടൈം മോഡൽ ഹൈഡ്രജൻ്റെ കേസാണ്. ഹൈഡ്രജനകത്ത് പിന്നെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഒൺലി വൺ ഓർബിറ്റ്, ഒറ്റ ഇലക്ട്രോണുള്ളത്. അപ്പോൾ ഒറ്റ ഇലക്ട്രോണിൻ്റെ കാര്യം വെച്ചിട്ടാണ് ബോർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹീലിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ലിഥിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ ഹീലിയവും ഹൈഡ്രജനെ പോലെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രോണെ മാറ്റണം. അവിടെ 2h4 ആണല്ലോ, 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺ ഒരു ഇലക്ട്രോണെ മാറ്റണം. അപ്പോൾ 1 ഇലക്ട്രോൺ വരും. അപ്പോൾ അതാണ് ഹീലിയം പോസിറ്റീവ് എന്ന് പറയുന്നത്. ലിഥിയമാണെങ്കിൽ അത് 3Li7 ആണ്. ലിഥിയത്തെ നമ്മൾ ഹൈഡ്രജനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഹൈഡ്രജൻ മോഡലാക്കാനായിട്ട് അതിൽ നിന്ന് 2 ഇലക്ട്രോൺ മാറ്റണം. അതുകൊണ്ടാണ് ഡബിൾ പോസിറ്റീവ് ലിഥിയം എന്ന് പറയുന്നത്. Li പോസിറ്റീവ് എന്ന് പറയും. 2 ഇലക്ട്രോൺ മാറ്റിയാൽ ഒരു ഇലക്ട്രോൺ ബാക്കി വരികയുള്ളൂ. അങ്ങനെ ഹൈഡ്രജൻ ടൈപ്പ് ആവുകയുള്ളൂ. ഇത്തരം പ്രോബ്ലം ഹൈഡ്രജനോ ഹീലിയമോ ലിഥിയമോ ഒക്കെ വരാം. അങ്ങനെ വരുമ്പോൾ ഈ ഡബിൾ പോസിറ്റീവ്, ഹീലിയമാണെങ്കിൽ സിംഗിൾ പോസിറ്റീവ്, ലിഥിയമാണെങ്കിൽ ഡബിൾ പോസിറ്റീവ്, അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഹൈഡ്രജൻ ലൈക്ക് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഹൈഡ്രജൻ ലൈക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബോർ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. Determine the speed of electron in any single 3 orbit of helium positive atom. അപ്പോൾ നമ്മൾ സ്പീഡ് പഠിച്ചിട്ടുണ്ട്, ഓർബിറ്റൽ സ്പീഡ് പഠിച്ചിട്ടുണ്ട്. V²/2ε0NH. ഇവിടെ പിന്നെ ഹീലിയമാണ്. ഹീലിയം ആകുമ്പോൾ ഒരു ഇസഡ് അവിടെ ചേർക്കേണ്ടി വരും, ഹയർ ആറ്റമാണല്ലോ. അപ്പോൾ V²/2ε0NH. Z is 3 ഫോർ ഹീലിയം. ഹീലിയമല്ല, ഇവിടെ ഹീലിയത്തിൻ്റെ തേർഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റിനകത്തുണ്ട്. N is 3 എന്നുണ്ട്. ഫോർ ഹീലിയം Z is 2. സോ പുട്ട് ദ വാല്യൂസ് V equal to 2 × 1.6 × 10⁻90 the square by 2 × 8.85 × 10⁻34 × 3 × 6.626 × 10⁻34 equal to 1.46 × 10⁻6 meter per second. That is the answer. It is a very, very important problem. Now we come to another problem. Calculate the velocity and frequency of revolution of the electron of the Bohr hydrogen atom in the ground state. ഇപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ ഹൈഡ്രജൻ തന്നെയാണ്. അവിടെ വെലോസിറ്റിയും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ വെലോസിറ്റി കാണുന്ന വളരെ ഈസി. ഇവിടെ പിന്നെ ഓർബിറ്റ് വെലോസിറ്റി എനി ആറ്റത്തിന് V²/2ε0NH ആണല്ലോ. ഹൈഡ്രജൻ Z1. അപ്പോൾ V²/2ε0NH മതിയാകും. ആ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് 1.6 × 10⁻⁻⁻² by 2 × 8.85 × 10⁻12 into 1, N is 1 into H, 6.626 × 10⁻34 equal to 2.18 into 10⁻6 meter per second. ഇനി ഫ്രീക്വൻസി കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഫ്രീക്വൻസി നമുക്കറിയാം വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈമാണ്.
ഒന്ന് കറങ്ങുമ്പോഴുള്ള ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഹരിക്കണം, പീരീഡ് കൊണ്ട് ഹരിക്കണം. ദാറ്റ് ഈസ് 2πr/t ബി എന്ന് പറയുന്നത്. വി ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു 2πr ന്യൂ 1/t ന്യൂ ആണല്ലോ ഫ്രീക്വൻസി. സോ ന്യൂ ഈസ് v/2πr എന്നിട്ട് വെലോസിറ്റി കിട്ടി, ആർ നമുക്കറിയാം. അങ്ങനെ നമുക്ക് ഫ്രീക്വൻസി കാണാം. എന്താണ് വാല്യൂ നോക്കിയേ. Substituting for v from equation 1, നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ v is അല്ല ഇക്വേഷൻ കൊടുക്കണം, ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ആറ് നമ്മൾ ഉപയോഗിക്കുന്നത്, ആറിന് ഇക്വേഷൻ ഉപയോഗിക്കാം കേട്ടോ. ന്യൂ ഈസ് e²/2 nh/2πr that is e²/4π nh/r but or here it is put r is equal, നമുക്കറിയാമല്ലോ ഫോർമുല, r is n²h²/πm². that value we give here, that is nu is e²/4π nh into r value we put n²h²/πm². that is on simplification we get m e⁴/n e⁴/4 h³ into n³ n is 1 here first orbit m e⁴/4 h³. And now we put all the values. We get m is 9.1 into 10⁻31 and charge 1.6 into 10⁻⁴ by 4 into 8.85 into 10⁻12 square into 6.626 into 10⁻34�3. അപ്പോൾ ഇവിടെ -34�3 ഒക്കെ വരുന്നതാണ്. അപ്പോൾ നല്ല പവർ വരും. അപ്പോൾ കണക്കൂട്ടി നോക്കണം. കാൽക്കുലേറ്ററിൽ കാൽക്കുലേഷൻ ശരിക്ക് ചെയ്ത് പഠിക്കണം. പവർക്ക് പ്രത്യേകം കണക്ക് കൂട്ടിയാലും മതി. ആ സംഖ്യയിലെല്ലാം കണക്ക് കൂട്ട്, പവർ കൃത്യമായിട്ട് കണക്ക് കൂട്ടണം. അനുസരിച്ച് കാണുന്നതാണ്. ഇത് കിട്ടുമെന്ന് നോക്കണം. 6.55 into 10⁻15 ഹെർട്സ്. കാൽക്കുലേഷൻസ് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് പരിശീലിക്കണം, അല്ലെങ്കിൽ പ്രയാസമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എനർജി ഇസ് റിക്വയർഡ് ടു റിമൂവ് ആൾ ഇലക്ട്രോൺ ഫ്രം ദ ഇനീഷ്യൽ 8 സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇനീഷ്യൽ 8 എന്ന് പറയുന്ന ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോണെ മാറ്റാനായിട്ട് എച്ചാറ്റത്തിൽ ഇലക്ട്രോണിനെ മാറ്റാൻ എത്ര മാത്രം എനർജി വേണ്ടി വരും? അപ്പോൾ നമ്മൾ ആ 8th ഓർബിറ്റിൻ്റെ എനർജി കണ്ടുപിടിക്കണം ആദ്യം. ഡെൽറ്റ ഇ C8 മൈനസ് ഇ ഇൻഫിനിറ്റി മൈനസ് E8. ഒന്ന് ഇൻഫിനിറ്റിയാണ് കേട്ടോ, ആദ്യം ഇരിക്കുന്ന 8 അല്ല, അത് ഇൻഫിനിറ്റി. ഈ ഇൻഫിനിറ്റി മൈനസ് E8, കാരണം ഈ 8ാമത്തെ ഓർബിറ്റിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്കാണ് മാറ്റുന്നത്. ദാറ്റ് ഇസ് ഡെൽറ്റ ഇ W8 മൈനസ് W ഇൻഫിനിറ്റി മൈനസ് W8 എന്ന് വെച്ചാലും മതി. ഈ ഇൻഫിനിറ്റി 0. നമുക്കറിയാം ഏറ്റവും കൂടിയ ഇൻഫിനിറ്റിയിലെ എനർജി 0 ആണ്. therefore E8 is equal to the value delta E 13.6 by n square minus 13.6 by 8 square equal to minus 0.2125 EV. Therefore delta E energy required E infinity minus E8 0 minus 0.2125 equal to 0.2125 EV. Next problem. Calculate the frequency of radiation that just ionizes normal hydrogen atom. Normal hydrogen atomത്തെ അയനൈസ് ചെയ്യാനുള്ള റേഡിയേഷൻ്റെ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി എന്താണ് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ, നോർമൽ ഹൈഡ്രജൻ ആറ്റം മീൻസ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആറ്റം. Ionization energy delta is W2 minus W1 0 minus ground state energy minus 13.6 is equal to 13.6 eV. Delta is H nu. Nu is delta E by H. Delta E 13.6 into 1.6 into 10 raised to minus 19 by H. 6.626 into 10 raised to minus 34. We get nu equal to 3.284. into 10 raised to 15 hertz. Next problem. What is the potential energy and kinetic energy of an electron in the ground state of H atom?
അപ്പോൾ എച്ച് ആറ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാൻ നമ്മൾ കെയുടെയും പിയുടെയും ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് റിപ്പീറ്റേഷൻ. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ -13.6/n²eV ആണ് നമ്മൾ പഠിച്ചതാണ്. n വാല്യൂ 1 ഇട്ടാൽ ഫസ്റ്റ് ഓർബിറ്റ് കിട്ടും, n വാല്യൂ 2 ഇട്ടാൽ സെക്കൻഡ് ഓർബിറ്റ് കിട്ടും. പിന്നെ കൈനറ്റിക് എനർജി എങ്ങനെ ഓർക്കുക? കൈനറ്റിക് അത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ടോട്ടൽ എനർജി ഉണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കാണാൻ ഒരു പ്രയാസമില്ല, ആ വാല്യൂ തന്നെ എഴുതിയാൽ മതി, ബട്ട് വിത്ത് പ്ലസ് ആയി. കൈനറ്റിക് എനർജി എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ടോട്ടൽ എനർജി ഉണ്ടെങ്കിൽ അത് നമുക്കറിയാമെങ്കിൽ കൈനറ്റിക് എനർജി അത് തന്നെയാണ്, പ്ലസ് ആയി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഇരട്ടിയാണ്, അല്ലെങ്കിൽ ടോട്ടൽ എനർജിയുടെ ഇരട്ടിയാണ് വിത്ത് മൈനസ്. അങ്ങനെ പഠിച്ചാൽ മതി. അതായത് W ഉണ്ടെങ്കിൽ K ഈസ് ഈക്വൽ ടു W ആൻഡ് U പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2W. 2W ദാറ്റ് ഈസ് നെഗറ്റീവ്. അങ്ങനെ ഓർത്തിരിക്കണം കേട്ടോ. For ground state H atom, N is 1, K is equal to 13.6/1², 13.6 eV, that is positive. Kinetic energy is positive. Potential energy is equal to U is equal to അതിന് ഇരട്ടിയാണല്ലോ, അത് മൈനസ് ആയിരിക്കും. -27.2/1², -27.2 eV. Next problem. നമ്മൾ മിക്കവാറും എല്ലാ പ്രോബ്ലം എല്ലാ ടൈപ്പും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഷോ ദാറ്റ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എനി ബോർ ഓർബിറ്റ് ഓഫ് എച്ച് ആറ്റം ഈസ് ട്വൈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ ദാറ്റ് ഓർബിറ്റ്. പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഇരട്ടിയാണെന്ന് കാണിക്കാൻ വാട്ട് ഈസ് ദ കെ ഓഫ് ഇലക്ട്രോൺ ഇൻ ദി n is equal to 3 ഓർബിറ്റ്. അത് പറഞ്ഞാൽ 13.6/n² ആണ് കെ എന്ന് പറഞ്ഞാൽ. അതുപോലെ വാട്ട് ഈസ് പി ഇൻ ദി n is equal to 4 ഓർബിറ്റ്. For any orbit K is 13.6/n² eV, potential energy W is equal to -27.2/n² eV. Numerically U/K, numerical value is 27.2/13.6, that is 2. U, potential energy U is equal to twice the kinetic energy. That is the first proof. The second നമുക്ക് കാണേണ്ടത് എന്താണ്? ആദ്യ kinetic energy in third orbit. Positive ആണ് 13.6/n², 13.6/3², 13.6/9, that is 1.51 eV. Potential energy in the fourth orbit, n is 4, U is equal to -27.2/n², -27.2/4², equal to -27.2/16, equal to -1.7 eV. And that is all with our third lecture on complementary physics, semester 4. In the next class, we see what is called Bohr's correspondence principle. In the next class, Bohr's correspondence principle. That is an important principle. That is all. Thank you very much.